ശശി തരൂർ 10 കോടി നൽകണം. രാജീവ് ചന്ദ്രശേഖരന്റെ പരാതിയിൽ സമൻസ്. ബി.ജെ.പി. നേതാവ് രാജീവ് ചന്ദ്രശേഖർ നൽകിയ മാനനഷ്ട കേസിൽ കോൺഗ്രസ് നേതാവ് ശശി തരൂരിന് സമൻസ് അയച്ച് ഡൽഹി ഹൈക്കോടതി. കേസിൽ ഏപ്രിൽ 28-ന് വാദം കേൾക്കും. തന്റെ സൽപ്പേരിന് കളങ്കം വരുത്തിയതിനും അപകീർത്തിപരമായ പരാമർശം നടത്തിയതിനും മാപ്പ് പറയുകയും 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. 2024 ഏപ്രിൽ വിവിധ പൊതുവേദികളിൽ ശശി തരൂർ തെറ്റായതും അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്തിയെന്നും അത് തന്റെ പ്രൊഫഷണൽ ജീവിതത്തിലും വ്യക്തിജീവിതത്തിലും പരിക്കേൽപ്പിച്ചുവെന്നും ചൂണ്ടിക്കാണിച്ചാണ് രാജീവ് ചന്ദ്രശേഖർ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ വോട്ടർമാർക്ക് പണം വാഗ്ദാനം ചെയ്തുവെന്ന് ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ തരൂർ പറഞ്ഞിരുന്നു. ഈ പ്രസ്താവനയെ തുടർന്നാണ് രാജീവ് ചന്ദ്രശേഖർ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. സംഭവത്തിൽ തിരുവനന്തപുരത്ത് സൈബർ പോലീസ് കേസെടുത്തിരുന്നെങ്കിലും അതിന്റെ വിശദാംശങ്ങൾ ഇന്ന് മാത്രമാണ് വെളിപ്പെടുത്തിയത്. ഒരു ടെലിവിഷൻ പരിപാടിക്കിടെ കോൺഗ്രസ് നേതാവ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ തെറ്റായ പ്രചാരണം നടത്തിയെന്നാരോപിച്ച് ബി.ജെ.പി. നേതാവ് ജെ.ആർ. പത്മകുമാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തരൂരിനെതിരെ കേസെടുത്തതെന്ന് പോലീസ് പറഞ്ഞു. തങ്ങളുടെ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന രാജീവ് ചന്ദ്രശേഖറിനെ അപകീർത്തിപ്പെടുത്താൻ തരൂർ തെറ്റായ പ്രസ്താവനകൾ നടത്തിയെന്നാരോപിച്ച് എൻ.ഡി.എ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയിരുന്നു. പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന തരൂരിന് മുന്നറിയിപ്പ് നൽകുകയും ഭാവിയിൽ ധാർമ്മിക പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമായി ആരോപണങ്ങൾ ഉന്നയിക്കരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു.